ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്ഷൽ പെർവേർഷൻ, സെക്ഷൽ ഡിസോർഡർ ഇത്രയും കണ്ടിട്ടുണ്ട്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു രോഗം കൂടിയുണ്ട്, സെക്ഷൽ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം. അത് നമ്മൾ തൽക്കാലത്തേക്ക് അത് അവിടെ നിർത്തിയേക്കുകയാണ്. ഇനി ഇതിൻ്റെ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഇതുവരെയും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആയിരുന്നു ഇതിനകത്തോട്ട് ഓവർലാപ്പ് ചെയ്ത് വരുന്നതിന് മുമ്പായിട്ട് പറഞ്ഞു നിർത്തിയത്. അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് DSM-5 ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു രോഗമാണ് ഡിസോസിയേറ്റീവ് ഡിസോർഡർ. ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പം ഈ അതിൻ്റെ ഒരാളുടെ മൈക്ക് ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, എല്ലാവരും നോക്കിയേക്കണേ. ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 3-4 കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഒന്ന്, ഇത് ക്യാരക്ടറൈസ്ഡ് ബൈ ഡിസ്റപ്ഷൻ ആൻഡ് ഡിസ്കണ്ടിന്യൂറ്റി ഇൻ ദ നോർമൽ ഇൻ്റഗ്രേഷൻ ഓഫ് കോൺഷ്യസ്നസ്. സാധാരണ രീതിയിൽ നമുക്ക് ഒരു കോൺഷ്യസ് ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഈ കോൺഷ്യസ്നെസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ അവർക്ക് ചില കാര്യങ്ങൾ മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പ്രയാസം ഉണ്ടാകുന്നു. അത് പ്രത്യേകിച്ചും റിമോട്ട് മെമ്മറി, റീസെന്റ് മെമ്മറി, പാസ്റ്റ് മെമ്മറി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മെമ്മറികളുണ്ട്. അപ്പം ആ മെമ്മറിയിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾക്ക് ഇവർക്കുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഐഡന്റിറ്റി, താൻ ആരാണ് അല്ലെങ്കിൽ തൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ള ആ ഐഡന്റിറ്റിയുമായിട്ടുള്ള പ്രയാസം ഇവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അതോടൊപ്പം തന്നെ ഇമോഷണൽ അഫക്റ്റ് അല്ലെങ്കിൽ മൂഡിനകത്തുണ്ടാകുന്ന പ്രയാസങ്ങളുണ്ടാകാം. പെർസെപ്ഷൻ, അവർ കാണുന്ന കാര്യങ്ങളിൽ പ്രയാസങ്ങൾ സംഭവിക്കുന്നു. ബോഡി റെപ്രസെൻറ്റേഷൻ, ഇവരുടെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് അവർക്ക് തോന്നുന്നു. മോട്ടർ കൺട്രോൾ ചെയ്യാനായിട്ട്, അവരുടെ മൂവ്മെന്റ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവരുടെ സ്വഭാവം മാറുന്നു എന്നുള്ളതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പം ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടത്, സാധാരണ രീതിയിൽ ഈ ഡിസോസിയേറ്റീവ് ഡിസോർഡർ സംഭവിക്കുന്നത് DSM എടുത്തു പറയുന്നുണ്ട്. ഒരിക്കലും കഴിഞ്ഞ DSMലേക്ക് അല്ലെങ്കിൽ ഇതിന് മുമ്പത്തുള്ള DSMനകത്തൊക്കെ ഇത് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡറിന്റെ ഭാഗമായിട്ടായിരുന്നു. അല്ലെങ്കിൽ PTSD എന്ന് പറയുന്ന അല്ലെങ്കിൽ അക്യൂട്ട് സ്ട്രെസ് എന്നൊക്കെ പറയുന്ന രോഗങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ അതുമായിട്ട് ഒരുമിച്ച് ചേർത്തായിരുന്നു അവർ പറഞ്ഞു. ഇപ്പോഴ് ഈ ഒരു ചാപ്റ്ററിനെ പ്രത്യേകം മാറ്റിയിട്ട് ഇതിന് തൊട്ട് താഴെ കൊണ്ടിട്ടേക്കുകയാണ്. എന്നിട്ട് ഇവർ പറയുകയാണ് ഇത് തമ്മിൽ ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്. ഇനി ഒരാള് ഡിസോസിയേറ്റീവിലേക്കോ ഡിസോസിയേറ്റീവ് അപ്നേസിയയിലോട്ടോ ഡിസോസിയേറ്റീവ് ഫൂഗിനകത്തോട്ടോ ഡീപേഴ്സണലൈസേഷനകത്തോ ഡെറിലൈസേഷൻ എന്ന് പറയുന്ന സംഭവങ്ങളിലോട്ട് പോകുന്നത് സാധാരണ രീതിയിൽ ഏതെങ്കിലും ട്രോമാറ്റിക് ഈവന്റ് ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞ ആ പോയിന്റ് ക്ലിയർ ആണോ? അപ്പം അതിന്റെ അർത്ഥം ഇതാണ്, DSM പറയുകയാണ്, ആ പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡർ അല്ലെങ്കിൽ അക്യൂട്ട് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഇത് ഉണ്ടാകണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അത്രയും കാറ്റഗറിയിൽ അവർ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട അത്രയും പറഞ്ഞിട്ട് നിർത്തുകയാണ്. എന്നിട്ട് അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, ആദ്യത്തെ അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ചാപ്റ്ററിൽ ഉണ്ടാകുന്ന അവസ്ഥകളിലൂടെ ഒരാൾ കടന്നു പോകുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം കൂടുതലും ആൾക്കാരിൽ ഈ ഡിസോസിയേറ്റീവ് ഡിസോർഡർ ഉണ്ടാകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഡിസോസിയേറ്റീവ് സിംറ്റം ക്യാൻ പൊട്ടൻഷ്യലി ഡിസ്റപ്റ്റ് എവരി ഏരിയ ഓഫ് സൈക്കോളജിക്കൽ ഫങ്ഷൻ. അതുകൊണ്ട് അവരുടെ സൈക്കോളജിക്കൽ ഫങ്ഷൻസിനകത്ത് അവർ സാധാരണ ചെയ്യുന്ന ഫങ്ഷൻസിനകത്തേക്കാളും ഒക്കെ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം അവർക്ക് പ്രയാസം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എന്നിട്ട് ഇവർ പറയുകയാണ്, ഡിസോസിയേറ്റീവ് സിംറ്റംസ് ആർ എക്സ്പീരിയൻസ് ആസ് അൺബിഡൻ ഇൻട്യൂട്ടീവ് ഇൻറ്റു അവയർനെസ് ഓർ ബിഹേവിയർ. അവരുടെ ബിഹേവിയറിനകത്തും അവയർനെസ്സിനകത്തും അവർക്ക് പ്രയാസം ഉണ്ടാകുന്നു. രണ്ടാമത്തെ ഒരു ഭാഗമായിട്ട് അവർ പറയുന്നത് ഇന്നബിലിറ്റി ടു ആക്സസ് ഇൻഫർമേഷൻ. ഈ 2 കാര്യങ്ങളുമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇവർക്ക് ഇൻട്യൂട്ടീവായിട്ടുള്ള അവയർനെസ് നഷ്ടപ്പെട്ടു പോകുന്നു. അവരാരാണ്, എന്താണ് അവരുടെ സ്വഭാവം, എന്താണ് അവർ ഏത് വീട്ടിൽ നിന്ന് വരുന്നു, അവരെ എവിടെയുള്ളവരാണ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർക്ക് ഐഡന്റിറ്റിയുമായിട്ടുള്ള സംഭവങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അതോടൊപ്പം തന്നെ അവരുടെ പേഴ്സണൽ ഇൻഫർമേഷനും അവർക്ക് നഷ്ടപ്പെട്ടു പോകും. ഇതാണ് ഈ ഡിസോസിയേറ്റീവിന്റെ മെയിൻ സിംറ്റംസ് ആയിട്ട് പറയപ്പെടുന്നത്. അപ്പൊ അത് 2 കാര്യങ്ങൾ നോക്കുക. ദ ഡിസോസിയേറ്റീവ് ഡിസോർഡർ ആർ ഫ്രീക്വന്റ്ലി ഫൗണ്ട് ഇൻ ദ ആഫ്റ്റർ മെത്തോഡ് ട്രോമ.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അനുസരിച്ച്, അല്ലെങ്കിൽ ആ DSM-5 ഇതിനകത്ത് ട്രോമാറ്റിക് PTSD എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ട്രോമ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ കണ്ട് കേട്ട് അനുഭവിച്ചു, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി എന്തെങ്കിലും ട്രിഗർ ഉണ്ടായെങ്കിൽ മാത്രമായിരിക്കണം സാധാരണ രീതിയിൽ അങ്ങനെ ഉണ്ടാകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് മെനി ഓഫ് ദ സിംറ്റം ഇൻക്ലൂഡിംഗ് എംബാരസ്മെന്റ് ആൻഡ് കൺഫ്യൂഷൻ അബൌട്ട് ദ സിംറ്റംസ് ഓർ ഡിസയർ ടു ഹൈഡ് ദം ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ പ്രോക്സിമിറ്റി ടു ട്രോമ. ഈ ട്രോമ ഉണ്ടാകുന്നത് കൊണ്ടാണ് അവരെന്താണ് അതിൽ നിന്ന് ആ ഒരു ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇൻ DSM-5 നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇൻ DSM-5 the dissociative disorders are placed next to but are not part of. അത് തൊട്ട് താഴെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ട്രോമാറ്റിക്കും സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡറിന്റെ ഭാഗമല്ല, മറിച്ച് തൊട്ട് താഴെയായിട്ടാണ് DSM-5 അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, റിഫ്ലക്ടിങ് ദ ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ടു ഡയഗ്നോസിസ്. അപ്പം ബോത്ത് അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ ആൻഡ് പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡർ കണ്ടെയ്ൻ ഡിസോസിയേറ്റീവ് സിംറ്റം. സാധാരണ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അതിന്റെ സിംറ്റം. ഫ്ലാഷ് ബാക്കുകൾ, അല്ലെങ്കിൽ അവർക്ക് ഒന്ന് ഓർക്കാനായിട്ട് വരുന്ന ഭയങ്കരമായിട്ട് ട്രിഗേഴ്സ് ഉണ്ടാകുന്ന, പാൽപിറ്റേഷൻ കൂടുന്ന, ഇങ്ങനെയുള്ള സിംറ്റംസ് എല്ലാം പറയുന്നു. ഈ സിംറ്റംസിനോടൊപ്പം തന്നെ ചില ആൾക്കാരിൽ ഇതും കൂടി കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം അസസ് ചെയ്യണം എന്നുള്ളതാണ് പറയപ്പെടുന്നത്. സച്ചാസ് അപ്നേസിയ, അവർക്ക് പെട്ടെന്ന് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു വന്ന് മറവി സംഭവിക്കുന്നതായിട്ട് തോന്നാം. പെട്ടെന്ന് തന്നെ ഫ്ലാഷ് ബാക്കുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴോ നമ്മായി പോകുന്ന ഫ്ലാഷ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പം ആ ഒരു അവസ്ഥയിൽ നംനെസ്സിലേക്ക് പോകാം. ഇനി അതോടൊപ്പം തന്നെ ഇതിനകത്ത് കാണുന്ന രണ്ട് പ്രത്യേകതകൾ ഈ ഡീപേഴ്സണലൈസേഷനും ഡിറലൈസേഷനുമാണ്. അപ്പം സാധാരണ ഒരു മനുഷ്യന് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് കൊണ്ട് ഈ ഡിസോസിയേറ്റീവ് സിംറ്റം ഇല്ലാതെയും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നാൽ ചില വ്യക്തികൾക്ക് ആ സിംറ്റംസിനോടൊപ്പം തന്നെ ഈ ഡീപേഴ്സണലൈസേഷനും ഡിറലൈസേഷനും കൂടി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ക്ലിയർ ആണോ ഐഡിയ? വ്യക്തമാണോ? ഇനി എന്താണ് depersonalization and derealization? Disorder is characterized by clinically significant, persistent or recurrent depersonalization. That is, experience of unreality. അവർക്ക് എന്താണ് യാഥാർത്ഥ്യങ്ങളെല്ലാം നഷ്ടം, അൺറിയാലിറ്റി ആയിട്ട് ഡിറ്റാച്ച് ഫ്രം വൺസ് മൈൻഡ്. അവരുടെ മൈൻഡിൽ നിന്നും, അവരുടെ സെൽഫിൽ നിന്നും, അവരുടെ ബോഡിയിൽ നിന്നും ആള് മാറപ്പെട്ടതായിട്ട് അവർക്ക് തോന്നുന്നതിനെയാണ് നമ്മൾ ഈ പറയപ്പെടുന്ന ഡീപേഴ്സണലൈസേഷൻ എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. ഡിറലൈസേഷന്റെ പ്രത്യേകത എക്സ്പീരിയൻസ് ഓഫ് അൺറിയാലിറ്റി ഓഫ് ഡിറ്റാച്ച്മെന്റ് ഫ്രം വൺസ് സറൗണ്ടിങ്. അപ്പം രണ്ട് കാര്യങ്ങളാണ്. ഡീപേഴ്സണലൈസേഷന് അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ മൈൻഡിൽ നിന്ന് കംപ്ലീറ്റ് അവരാരാണ് എന്തെന്നുള്ള അവസ്ഥകൾ അവരെ കുറിച്ച് പോകുന്ന ഒരു തോന്നലിനെയാണ് ഡീപേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത്. ഡിറലൈസേഷൻ എന്ന് പറയുന്നത് ആ സറൗണ്ടിങ്ങുമായിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നു. ഞാൻ ഒരിക്കലും ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് പണ്ട് നമുക്ക് എറണാകുളത്തൊരു ഞങ്ങളുടെ ഒരു ആശ്രമമുണ്ട്. അപ്പൊ ഈ ആശ്രമത്തിലേക്ക് ഒരു ചേട്ടൻ ട്രിവാൻഡ്രം സൈഡിലെങ്ങാണ്ടുള്ളതാണ്. ഞങ്ങളുടെ കുറച്ച് അച്ഛന്മാർക്ക് പരിചയം ഉണ്ടായിട്ടാണ് പിന്നെ ആളെ അവിടെ എത്തിച്ചത്. ആളവിടെ സ്ഥലത്ത് അവിടെ എറണാകുളത്ത് എങ്ങനെയൊക്കെയോ പുള്ളി എത്തപ്പെട്ടു. പിന്നീട് അയാൾക്ക് പേര് ചോദിച്ചിട്ട്, നാട് ചോദിച്ചിട്ട്, സ്ഥലം ചോദിച്ചിട്ട് ഒന്നും ആൾക്ക് ഓർമ്മയില്ല. അപ്പം ചില ആള് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കടലിൽ പോയി എന്തോ സംഭവിച്ചിട്ടാണ്, പേടിച്ചിട്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പേടിയുമായിട്ട് ബന്ധപ്പെട്ട ആള് ആ എറണാകുളത്ത് വന്ന്, അതെങ്ങനെ വന്നു എന്താണെന്നൊന്നും പുള്ളി ഒരിക്കലും അവിടെ വന്നിട്ടില്ലെന്നാ പറയുന്നത്. പക്ഷെ ഒരിക്കലും അറിയാത്ത ഒരു സ്ഥലത്ത് വന്ന് അന്ന് ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ആളെ തിരിച്ചറിഞ്ഞിട്ട് തിരിച്ചുകൊണ്ട് വീട്ടിലാക്കിയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ചില ആൾക്കാർക്ക് ഇങ്ങനെ പേടിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇതുണ്ടാകാം. ട്രോമാറ്റിക് ഈവന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവരാരാണ്, എവിടെയാണ്, ഏതാണ്, വീടെന്താണ്, സ്ഥലം എന്താണ്, അവരാരാണ്, അവരുടെ സ്വഭാവം ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പേര് പോലും അവർ മറന്നു പോകുന്ന ഒരവസ്ഥയാണ് ഈ ഡീപേഴ്സണലൈസേഷൻ, ഡിറലൈസേഷൻ എന്ന് പറയുന്ന അവസ്ഥ. ഇത് രണ്ടുമാണ് ഇതിന്റെ ഡിസോസിയേറ്റീവ് ഡിസോർഡറിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ്. ഇതിനനുസരിച്ചായിരിക്കും ഓരോ രോഗങ്ങളെ അവർ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇതിനകത്ത്
പ്രധാനമായിട്ടും അവര് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കുറച്ച് രോഗങ്ങൾ. ഒന്നാമത്തത് ഡിസോസിയേറ്റീവ് അംനേസ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതൊരു രോഗമാണ്. രണ്ടാമത്തത് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു രോഗത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. മൂന്നാമതൊരു രോഗമായിട്ട് പറയുന്നത് ഡീപേഴ്സണലൈസേഷൻ ഡിറിലൈസേഷൻ ഡിസോർഡർ, അത് മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ എന്നുള്ളത്. പിന്നെ ഈ 3 രോഗങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിനകത്ത് ഉള്ളത്. ഇനി എന്താണ് ഡിസോസിയേറ്റീവ് അംനേസ്യ? Dissociative amnesia is characterized by an inability to recall autobiographical information. അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റാതെ പോകുന്ന, അത് മാത്രമേ അവിടെ കാണത്തുള്ളൂ. അവർക്ക് അവരാരാണ് എന്താണ് എന്നുള്ളത്, സറൗണ്ടിങ് ഒക്കെ ഓക്കെ ആയിരിക്കും ചിലപ്പോൾ ആ രോഗത്തിന്. അപ്പം അങ്ങനെ അത് മാത്രമായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസോസിയേറ്റീവ് അംനേസ്യ. അപ്പം ഈ അംനേസ്യയിൽ അവർ പറയുക an inability to recall important biographical information, usually of the traumatic or stressful nature, that is inconsistent with the ordinary forgetting. സാധാരണ രീതിയിലുള്ള ഒരു മറവി അല്ല, മറിച്ച് എന്താണ്, ആ സ്ട്രെസ്സും ആ ട്രോമാറ്റിക് ഈവന്റും ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷം അതുപോലെ അവർക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റത്തില്ല. അത്ര മാത്രം മറവിയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഈ അംനെസ്റ്റി എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഒരു അച്ഛൻ ഒരിക്കൽ, പുള്ളി 2-3 പ്രാവശ്യം ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. അതിനകത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് കൂടെ പോയിരുന്ന് 1-2 അച്ഛന്മാർ മരണപ്പെട്ട്. അപ്പൊ ഈ അച്ഛൻ രക്ഷപ്പെട്ട്, ആൾക്ക് എന്താണ്, പിന്നീട് ഇത് ചോദിക്കുമ്പോഴത്തേക്ക് ആ ഒരു സംഭവം പോകുന്നതും വണ്ടി മറിയുന്നതും എല്ലാം ഓക്കെയാണ്, പക്ഷെ ആ ഒരു മറിഞ്ഞതും ഇതൊന്നും ആൾക്ക് ഓർമ്മയില്ല. ഇനി ഞങ്ങളുടെ ഒരു ബോബി അച്ഛനെ അറിയാവോ? ബോബി അച്ഛൻ്റെ കൂട്ടുള്ള ബോബി അച്ഛൻ കണ്ടോണ്ടിരുന്നേ. അപ്പൊ ഞങ്ങളുടെ വേറെ ഒരു ആൻഡ്രൂ എന്നും പ്രദർശിച്ചുണ്ട്. കുഞ്ഞുനാളില് പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തില്ലേരി കൊല്ലത്ത് ആശ്രമത്തിൽ നിന്ന് ഞങ്ങൾക്ക് പുറകിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ റെയിൽവേ പാളമുണ്ട്. ആ പാളത്തെ കൂടി തൊട്ട് നമുക്ക് എസ് എൻ കോളേജിലേക്കും കയറാം, ഫാത്തിമ കോളേജിലേക്കും പോകാം. അന്ന് ബ്രദേഴ്സൊക്കെ അവിടെ പഠിച്ചിട്ട് ഫാത്തിമ കോളേജിലേക്ക് പരീക്ഷ എഴുതാനായിട്ട് പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഒരു ട്രെയിൻ വന്ന് 2 പേരെ ഒരുമിച്ചിടിച്ച്, ഒരാൾ ഓൺ ദ സ്പോട്ടിൽ തീർന്ന്, മറ്റേയാൾ രക്ഷപ്പെട്ട് ഇപ്പോഴും അച്ഛനാണ്. പുള്ളി ഇപ്പം ഫിലോസഫി ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂനെയിൽ. ആൾക്ക് ഈ കാര്യം പറയുമ്പോഴത്തേക്ക് ആ നടന്നു വന്നത് മാത്രം ഓർമ്മയുണ്ട്, വേറെ ഒന്നും ഓർമ്മയില്ല. അതിനുശേഷമുള്ളതോ ആ സ്പോട്ടിൽ എന്താണ് സംഭവിച്ചതോ അതൊന്നും അവർക്കില്ല. അപ്പം ഇങ്ങനെ ആ ഫ്ലാഷ് ബാക്കുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ആ ഒരു സാഹചര്യവും ഇതുമൊക്കെ നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ അത് മാത്രം ഓർക്കാനായിട്ട് പറ്റാതെ വരുന്ന അവസ്ഥയാണ് നമ്മൾ കൂടുതലും ഈ ഡിസോസിയേറ്റീവ് അംനേസ്യ എന്ന് പറയുന്നത്. സംഭവം പിടികിട്ടിയോ? അപ്പൊ അതിനകത്ത് ഇവരെ എടുത്ത് 1-2 കാര്യങ്ങൾ പറയുന്നത്, ഡിസോസിയേറ്റീവ് അംനേസ്യ മോസ്റ്റ് ഓഫൺ കൺസിസ്റ്റ് ഓഫ് ലോക്കലൈസ്ഡ് ഓർ സെലക്റ്റീവ് അംനേസ്യ. സാധാരണ രീതിയിൽ ഇത് സെലക്റ്റീവ് ആയിരിക്കും. ഈ പറയപ്പെട്ട ഈ അച്ഛൻ്റെ കേസ് പറഞ്ഞതിനകത്ത് ആ ഒരു സംഭവം മാത്രമാണ് ആൾക്ക് ഫ്ലാഷ് ബാക്ക്, അത് മാത്രം ആള് കംപ്ലീറ്റ് മറന്നുപോയി. അതിന് മുമ്പ് ആശ്രമത്തിൽ നിന്ന് ഇറങ്ങി നടന്ന് അറബിലെ ക്രോസിന്റെ അരിക്ക് വരെ വരുന്ന ഓർമ്മയുണ്ട്, 2 പേരെ ഇടിച്ചത് ഓർമ്മയില്ല, അതിനുശേഷമുള്ളതും ഒന്നും ഓർമ്മയില്ല, പിന്നീട് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് മാത്രമാണ് ഓർമ്മയുള്ളത്. അപ്പം ആ സെലക്റ്റീവ് ആയിട്ടും അല്ലെങ്കിൽ ആ സ്പെസിഫിക് ആയിട്ട് ആ സ്പെസിഫിക് ഈവന്റ് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ആയി പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ഡിസോസിയേറ്റീവ് അംനേസ്യ എന്ന് പറയുന്നത്. ദിസ് അംനേസ്യ മേ ബി ലോക്കലൈസ്ഡ് ഓർ ആൻ ഈവന്റ് ഓർ പീരീഡ് ഓഫ് ടൈം. സെലക്റ്റീവ് ആയിരിക്കാം, ദാറ്റ് ഈസ് സ്പെസിഫിക് ആസ്പെക്ട് ഓഫ് ആൻ ഈവന്റ്. അപ്പം ആ ഈവന്റിനകത്ത് ഏതെങ്കിലും ഒരു പാർട്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് വിട്ടുപോകുന്നത്, ഓർ ജനറലൈസ്ഡ്, അത് ആ ഒരു സംഭവമേ അവർക്ക് മറന്നുപോയേക്കാം. അപ്പം ഇങ്ങനെ ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരവസ്ഥയാണ് ഡിസോസിയേറ്റീവ് അംനേസ്യ ഈസ് ഫണ്ടമെന്റലി ആൻ ഇന്നബിലിറ്റി ടു റീകോൾ ഓട്ടോബയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ. അപ്പം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു കേസുമായിട്ടാണ് പറഞ്ഞത്, എന്നാൽ അവർക്ക് സ്വാഭാവികമായിട്ടും ഈ അംനേസ്യ സംഭവിക്കുമ്പോൾ എന്താണ്, അവരുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി, അവരുടെ ഓട്ടോബയോഗ്രഫി മൊത്തം ആൾക്ക് മറന്നു പോകുന്നത്, അവരുടെ ഇൻഫർമേഷൻ ഒന്നും അവർക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റാതെ പോകുന്നതായിരിക്കും ഇതിനകത്ത് മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇറ്റ് മേ ബി ഓർ മേ നോട്ട് ഇൻവോൾവ് പർപ്പസ്ഫുൾ ട്രാവൽ ഓർ എന്താണത്, ഓർ വാണ്ടറിങ് എന്നാണ് കേട്ടോ, സോറി, ബിബിൾഡേഡ് വാണ്ടറിങ്, വെറുതെ നടക്കുന്ന അവസ്ഥ. അല്ലെങ്കിൽ ഇതിന് നേരത്തെ ഡിസോസിയേറ്റീവ് ഫൂഗ് എന്നാണ് പറഞ്ഞത്. ചില
ആൾക്കാര് പർപ്പസ്ഫുൾ ട്രാവൽ ഉണ്ടായി, ഇൻവോൾവ് ഒരിക്കലും പർപ്പസ്ഫുൾ ആയിരിക്കത്തില്ല, അവർ അറിയാതെ ട്രാവൽ ചെയ്ത് ഇപ്പം 4-നകത്തൊക്കെയും ഈ ഒരു രോഗം കൂടി പറഞ്ഞിരുന്നു. ഇപ്പം 5-നകത്ത് ഇങ്ങനെ പ്രത്യേകം എടുത്ത് പറയുന്നില്ല, ഈ ഒരു അവസ്ഥ ഉണ്ടാകാനായിട്ട് സാധ്യത ഉണ്ടെന്നേ പറയുന്നുള്ളൂ. അപ്പം അങ്ങനെ അതിനെ ഡിസോസിയേറ്റീവ് ഫൂഗ് എന്നാണ് വിളിച്ചിരുന്നത്. ഇനി അടുത്ത ഒരു അവസ്ഥയാണ്, അപ്പൊ അതോടൊപ്പം തന്നെ ഈ അംനേസിയയില് പ്രത്യേകിച്ച് അവര് രണ്ടാമത്തെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് അവർക്ക് എന്താണ് സിംറ്റം കോസ് ക്ലിനിക്കലി സിഗ്നിഫിക്കൻറ്റ് ഡിസ്ട്രസ് ഇമ്പയർമെന്റ് ഇൻ സോഷ്യൽ. ഈ ഒരു അവസ്ഥ സംഭവിക്കുന്നവർക്ക് സോഷ്യലായിട്ടും എക്കണോമിക് ഇങ്ങനെ ഒക്കുപേഷണൽ ആയിട്ടുള്ള ഫങ്ഷൻസോ ഇമ്പോർട്ടൻ്റ് ഏരിയസിനകത്തൊന്നും അവർക്ക് ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എടുത്തു പറയുന്നത്. രണ്ടാമത്തെ ഒരു രോഗമാണ് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ. ഇതിന്റെ പ്രത്യേകത the presence of 2 or more distinct personality state or an experience of possession recurrent episode of amnesia. ഈ മറവിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇവർക്ക് എന്താണ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 2 പേഴ്സണാലിറ്റികൾ, ഡുവൽ പേഴ്സണാലിറ്റി ആയിട്ട് വരാം. നേരത്തെ ഡുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്, ഇപ്പോഴാ പേര് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെയല്ല പറയുന്നത്, മറിച്ച് എന്താണ് ഡുവൽ പേഴ്സണാലിറ്റി എക്സ്പീരിയൻസുകൾ അവർക്ക് കാണാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ ഐഡന്റിറ്റി. അപ്പൊ നമ്മൾ എന്താണ് അന്യൻ സിനിമ നമ്മൾ കണ്ടില്ലേ, ഒരേ സമയത്ത് ആളെന്താണ് ഒരു കാര്യം പറയും, തൊട്ടടുത്ത് അടുത്തത് പറയും. അപ്പം ഈ ഒരു സ്റ്റേറ്റ് ആയിരിക്കും ഇവരുടെ ഐഡന്റിറ്റിക്കകത്ത് സംഭവിക്കുന്നത്. ദ ഫ്രാഗ്മെന്റേഷൻ ഓഫ് ഐഡന്റിറ്റി മേ ബി വെരി വിത്ത് കൾച്ചർ as a possession from the presentation and circumstance. അപ്പം അങ്ങനെ ചില ആൾക്കാരിൽ ഈ ഒരു അവസ്ഥ ഇങ്ങനെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്ലസ് ഇൻഡിവിജ്വൽ മേ എക്സ്പീരിയൻസ് ഡിസ്കണ്ടിന്യൂറ്റി ഇൻ ദ ഐഡന്റിറ്റി. അപ്പം ഈ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവർ നോർമൽ സ്റ്റേറ്റിൽ കുറച്ച് നേരം സംസാരിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ വേറൊരു സ്റ്റേറ്റിൽ സംസാരിക്കും. പെട്ടെന്ന് തന്നെ ആയിരിക്കും ഡാ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവർ വീണ്ടും സാധാരണ സ്വഭാവത്തിലേക്ക്. അപ്പൊ ഇങ്ങനെ പേഴ്സണാലിറ്റികൾ മാറി സംഭവിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് ഇതിനകത്ത് പറയുന്നു. അങ്ങനെ സംഭവിക്കുന്ന രോഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ. നേരത്തെ വിളിച്ചിരുന്നത് ഡുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. സർ ഒരു ഡൗട്ട് സർ, ഈ DIDയില് ഒരു പേഴ്സണാലിറ്റിയിലുള്ള മെഡിക്കൽ പ്രോബ്ലംസ് അടുത്ത പേഴ്സണാലിറ്റി ഉള്ളപ്പോ എടുക്കുന്ന സമയത്ത് ഉണ്ടാവില്ല ഈ ബുക്കിലുണ്ടല്ലോ. അതായത് ഇവര് ഡ്വൽ പേഴ്സണാലിറ്റി മൾട്ടി പേഴ്സണാലിറ്റി അല്ലേ അവർക്ക് ഉണ്ടാവുക. അപ്പൊ ഒരു പേഴ്സണാലിറ്റിയില് മൾട്ടിപ്പിൾ, അപ്പൊ ഒരു പേഴ്സണാലിറ്റിയിലുള്ള അസുഖങ്ങളെ അടുത്ത പേഴ്സണാലിറ്റി എടുക്കുന്ന സമയത്ത് മാറുന്നുള്ള രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. മാറും, ആ പേഴ്സണാലിറ്റി മാറുന്നതാണ്. അവർ ഒരു അവസ്ഥയിൽ നിന്ന് അടുത്ത അവസ്ഥയിലേക്ക് മാറുന്ന ഐഡന്റിറ്റിയില് മാറുമ്പോ അവരെ മെഡിക്കൽ കണ്ടീഷൻ മാറും ഇല്ലേ? മെഡിക്കൽ അവർ ആ അവസ്ഥ മാറുന്നു. കാരണം അതിന്റെ ട്രീറ്റ്മെന്റും മെഡിക്കേഷനും ഒക്കെ എല്ലാം ഈ പേഴ്സണലൈസേഷന് തന്നെ അല്ലെങ്കിൽ ഡിസോസിയേറ്റീവ് ഡിസോർഡറിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ് ആണ് അവർക്ക് യഥാർത്ഥത്തിൽ മാറുന്നത്. ആ സ്റ്റേറ്റ് മാറുമ്പോഴത്തേക്ക് നമ്മുടെ മെഡിക്കേഷന്റെ അവസ്ഥയും, പക്ഷെ ഇത് ഓൾ ഓഫ് എ സഡൻ ആണല്ലോ, പെട്ടെന്നാണ് ഇത് മാറുന്നത്. ചില ആൾക്കാർക്ക് ലോങ് ഡ്യൂറേഷനെ കുറിച്ചൊന്നും പറയുന്നില്ലത്. അപ്പൊ അത് ഞാൻ അങ്ങനെ വായിച്ചിട്ടില്ല. ലോങ് ഡ്യൂറേഷനിൽ ഒരാൾക്ക് ഒരു സ്റ്റേറ്റ് നിലനിൽക്കും എന്നുള്ളത് വായിച്ചിട്ടില്ല. ഈ അവസ്ഥയാണ് ഇപ്പം പെട്ടെന്ന് ഇൻട്രൂട്ടീവ് ആയിട്ടാണ്, ഇൻട്രൂട്ടീവ് എന്നുള്ള ടൈമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ മാം, ട്രീറ്റ്മെന്റ് വ്യത്യാസമായിരിക്കും. വസന്ത് കോത്താരിയിൽ ഉണ്ടായിരുന്ന മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ പേഴ്സണാലിറ്റി ഡിസോർഡർ ഡസന്റ് എക്സിസ്റ്റ്. അത് ആൾക്കാർ കോൺഷ്യസ് ആയിട്ട് അത് കുറെ ക്രൈമൊക്കെ കൂടിയപ്പോൾ they started investigating on these things and then they finally എല്ലാം മാറ്റി ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു മിത്തായിരുന്നു എന്നുള്ള രീതിയിലാണ് കേസുകളുടെ അടിസ്ഥാനത്തിൽ ടേം മാറ്റിയത് DSM-5 ആണ്. 4-നകത്തൊക്കെ മറ്റേ മൾട്ടിപ്പിൾ എന്നുള്ള ടേം തന്നെയാണ് ഉള്ളത്. ലേഗുമാമിന്റെ ഞാൻ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഒന്ന് നോക്കിയിട്ട് പറയാം. ഓക്കെ സർ, ഞാൻ ഇതില് വായിച്ചപ്പം അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്.
അപ്പൊ ആ ക്ലിനിക്കൽ സ്റ്റേറ്റ് എന്താണെന്ന് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഒന്നുകൂടി നോക്കിയിട്ട് പറയാം. ഓക്കെ സർ, താങ്ക് യു. ഫാദർ, ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു ഒരു പേഴ്സണാലിറ്റിക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റേ പേഴ്സണാലിറ്റിക്ക് കൊളസ്ട്രോൾ കാണില്ല. അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട്. അതാണ് ഞാൻ പഠിച്ചത്. അതാണ് ഫിസിക്കൽ കണ്ടീഷൻസ്. അതായത് ഇതിലുണ്ട് one alter might have allergies, medical conditions, or even EGG അത് patterns. ചിലപ്പോൾ സാധ്യതയുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അങ്ങനെ വായിച്ചിട്ടില്ല. സാധ്യതയുണ്ട്, കാരണം അവരുടെ സ്റ്റേറ്റ് കംപ്ലീറ്റ് മാറുകയാണല്ലോ. അപ്പം ഉണ്ടാകും. അപ്പൊ even EGG patterns that the other alters do not have, മറ്റേ പേഴ്സണാലിറ്റിയിൽ അത് ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഉണ്ടാകത്തില്ല, അതെ. അപ്പൊ അങ്ങനെ ഉണ്ടാകാം. അത് സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഒന്നും കൂടി ഒന്ന് റെഫർ ചെയ്തിട്ട് പറയാം കേട്ടോ. DSM, കാരണം അത് DSM-നകത്ത് അതങ്ങനെ കാണത്തില്ല, വേറെ ബുക്കിനാണ്. ഈ ബുക്ക് DSM ബേസ് ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഡിസോസിയേറ്റീവ് അംനേഷ്യയും ഡിസോസിയേറ്റീവ് ഫ്യൂഗും ഡിസോസിയേറ്റീവ് അംനേഷ്യയിലായില്ല, രണ്ടും കൂടിയിട്ട് അല്ലേ? അപ്പം രണ്ടും കൂടി കൂടും, ഫൂഗും അംനേഷ്യയും കൂടും, കൂടിയിട്ടാണ് ഡിസോസിയേറ്റീവ് അംനേഷ്യ ആയത്. അംനേഷ്യ ഉണ്ടായത്. ഇപ്പൊ അത് കാറ്റഗറി, അത് രണ്ടും കൂടി ചേരും. ടേമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത്. അപ്പം 2-3 പുസ്തകം റെഫർ ചെയ്തിട്ടായിരിക്കും മാം വായിച്ച പുസ്തകത്തിനകത്തുള്ളത്. ഞാനൊന്നുകൂടി റെഫർ ചെയ്തിട്ട് പറയാം. സർ, ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പൊ നമ്മള് 2 കണ്ടീഷൻസ് പറഞ്ഞല്ലോ. അപ്പൊ ശരിക്കും ഈ ഒരു ഇൻഡിവിജ്വലിന് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഇയാളുടെ പെർമനന്റ് ആയിട്ടുള്ള ഒരു പറയുന്നത്? ഇല്ല, അവരുടെ രോഗാവസ്ഥയാണ്. രണ്ടും മാറി മാറി വരും. ഇപ്പൊ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് വരുന്നതും രണ്ടും അവരുടെ രോഗാവസ്ഥ തന്നെയാണ്. രണ്ടും രോഗാവസ്ഥയാണ്. അപ്പൊ ഈ രണ്ടും അല്ലാത്തതാണ് ഇയാള് വേറെ ഒരാളാണ്. അപ്പൊ മൂന്നാമത് അങ്ങനല്ല. ഈ അവസ്ഥ ഉണ്ടായപ്പോൾ സാധാരണ ഒരു മനുഷ്യന് സാധാരണ രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ട് നമ്മുടേതായിട്ട്. നമ്മൾ നോർമൽ സ്റ്റേറ്റിലായിരുന്നപ്പം അവൻ എങ്ങനെയായിരുന്നു ഫങ്ഷൻ ചെയ്യുന്നത്, അതാണ് അവന്റെ യഥാർത്ഥത്തിലുള്ള പേഴ്സണാലിറ്റി. ഈ ഒരു ട്രോമാറ്റിക് ഈവന്റ് സംഭവിച്ചതിന് ശേഷം ഇവർ 2 അവസ്ഥയിൽ മാറിപ്പോകുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അല്ല, ആക്ച്വൽ എന്നുള്ളത് ചിലപ്പം കാണത്തില്ല. മറ്റേത് രണ്ടുമായിരിക്കും മാറി മാറി വരുന്നത്. പിന്നെ ഫിസിയോളജിക്കൽ ഫീച്ചേഴ്സ് അല്ലേ സർ? ഒന്ന് സൈക്കോളജിക്കൽ പറയുമ്പോൾ ആ ഫിസിയോളജി ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ലോജിക് മനസ്സിലായില്ല സർ. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ കേസുകൾ, പക്ഷെ I don't know to what extent physiology can change. ഡിസോസിയേറ്റീവ് ഡിസോർഡർ രോഗം തന്നെ നമ്മളെ അടുത്ത് പറഞ്ഞിട്ട് സൈക്കോളജിക്കലാണ്, പ്യൂർലി സൈക്കോളജിക്കലാണ് അത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ സൈക്കോളജിക്കൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഫിസിയോളജിക്കലായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ, അതാണ് എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ട് ഞാൻ റെഫർ ചെയ്തിട്ട് പറയാം എന്ന് പറഞ്ഞത്. എനിക്ക് വേറൊരു ക്യാരക്ടർ പുതിയതായിട്ട് വരുമ്പോ അപ്പൊ എന്റെ ഒറിജിനൽ ക്യാരക്ടർ ഇല്ലാതാവുകയാണോ ചെയ്യുന്നത്? അങ്ങനെ ഉണ്ടാവും. ഒറിജിനൽ ക്യാരക്ടർ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അത് ഫുൾ ത്രൂ ഔട്ട് അങ്ങനെ തന്നെ ആയിരിക്കോ? അവര് പിന്നെ കോൺഷ്യസ്നെസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് മാറും. ഒറിജിനൽ പേഴ്സണാലിറ്റി ട്രോമാറ്റിക് ഈവന്റ് ഉണ്ടാകും. ഒറിജിനൽ ആയിട്ടുള്ള അവസ്ഥ അവർക്ക് വിട്ടുപോകുന്നതാണ് ഈ രോഗാവസ്ഥ. എനിക്ക് ബാക്ക് ടു നോർമൽ ആവാൻ പറ്റില്ല എന്നുണ്ടോ? ഇല്ല, ഉറപ്പായിട്ട് മാറാം. അതാണ് നമുക്ക് മെഡിക്കേഷന് ഉറപ്പായിട്ട് മാറും. മെഡിക്കേഷന് നമ്മുടെ സാധാരണ രീതിയിൽ ഇത് ക്യൂറബിൾ. അപ്പം സാറിന്റെ വോയിസ് ബ്രേക്ക് ചെയ്യുന്നു. ഇപ്പൊ ഓക്കെയാണോ? മാനസിക രോഗങ്ങളൊന്നും മാനസിക രോഗങ്ങള് മിക്കതും അല്ല, മാനസിക രോഗങ്ങളെ ക്യൂറബിൾ അല്ല. നമ്മൾ ഈ പറയുന്ന രീതിയിൽ ക്യൂറബിൾ അല്ല. പിന്നെ നമുക്കതിനെല്ലാം ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ്. ട്രോമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റബിൾ എന്ന് മാത്രം. ട്രീറ്റബിൾ, അതെ.
നമ്മുടെ എല്ലാവരുടെയും ഉള്ളില് ഈ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ടു സം എക്സ്റ്റെന്റ് കിടപ്പില്ലേ? അയ്യോ, അത് ഈ അവസ്ഥയിലല്ല. അത് മാം പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി. ഇപ്പൊ എന്താണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ പേഴ്സണൽ അത് ഡിസോർഡറുകളല്ല. അല്ല അച്ഛൻ അതാ ഞാൻ ചോദിച്ചേ, ഡിസോർഡർ എന്ന നിലയിൽ എത്താത്ത രീതിയിൽ. ഇപ്പൊ ഞാൻ എന്റെ കേസ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, എനിക്കറിയാം 1 വർഷം മുന്നേ ഉണ്ടായിരുന്ന ഞാനല്ല ഇപ്പോഴത്തെ ഞാന്. എന്നുകൊണ്ട് അതൊരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കണ്ടീഷനിലേക്കും അല്ലെന്നും എനിക്കറിയാം. ഞാൻ ഭയങ്കര ഒരു ജോവിയലായ ആളായിരുന്നു, എല്ലാത്തിലും ഒച്ചയും ബഹളം വെച്ച് ആക്റ്റീവായിട്ട് നടന്ന ഒരാളായിരുന്നു, എല്ലാവരുടെയും കൂടെ കളിച്ചു ചിരിച്ച് നടക്കുന്നതാ. ഇപ്പൊ എനിക്കത് ഉള്ളീന്ന്. ഇപ്പം എല്ലാരും എന്നോട് ചെയ്യണമെന്ന് പറഞ്ഞാലും നമുക്കൊരു ഉള്ളീന്ന് വരണം. ആ ഉള്ളീന്ന് വരുന്ന ഒരു സംഭവം എനിക്ക് വരുന്നില്ല. ഞാൻ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എന്റെ ഈ ഇപ്പം മറ്റ് ആക്ടിവിറ്റീസ്, സൺഡേ സ്കൂള് പഠിപ്പിക്കുക എന്നതും അല്ലെങ്കിൽ സ്ത്രീകളുടെ മീറ്റിംഗ്, ഞാൻ കുറച്ച് ബഹളമില്ലാത്ത ഒതുങ്ങിയ സംഭവങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒതുങ്ങി കൂടിയോന്ന് ചോദിച്ചാൽ ഒതുങ്ങി കൂടിയിട്ടില്ല. ഇതൊരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ട സംഭവം അല്ലെന്ന് എനിക്കറിയാം. അത് ഒന്നീ ടൈം എടുക്കും, അല്ലെങ്കിൽ എന്റെ സാഹചര്യം മാറണം. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് വല്ലാണ്ട് ട്രോമ, എക്സസീവ് അസഹനീയമായ ട്രോമ വരുമ്പോ ഓട്ടോമാറ്റിക്കലി മൈൻഡ് ഒരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസത്തില് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സാധനങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് മുമ്പോട്ട് നമുക്ക് ജീവിക്കണമല്ലോ. അതുകൊണ്ട് മനസ്സ് തന്നെ ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസത്തില്. അതാ സാറേ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ അതുകൊണ്ട് അത് പറഞ്ഞത്, എനിക്ക് ഫസ്റ്റ് ട്രീറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ കാണാം, ഒരു കുഴപ്പവും ഇല്ല. സെക്കൻഡ്, ഇത് സീരിയസ് ആയ ഹോസ്പിറ്റലിന്റെ ഭാഗത്തൂടെ, ആ ദേശത്തൂടെ പോലും എനിക്ക് പോകാൻ പറ്റത്തില്ല. അവിടെ പോയാൽ ഞാൻ തിരിഞ്ഞിരിക്കും. മോർച്ചറിയുടെ മുന്നേ കൂടെ എനിക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ പറയുന്നതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി വേറൊരാളൊന്നുമല്ല. എന്റെ നോർമൽ ലൈഫ് എല്ലാം നടക്കുന്നുണ്ട്. എനിക്ക് അങ്ങനത്തെ യാതൊരു വിഷയങ്ങളും ഇല്ല. പക്ഷെ ഏതോ ഒരു സമയത്ത് ശരിയായിരിക്കും പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അവിടോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സങ്കടം കൂടുന്നതുകൊണ്ട് നമ്മൾ മനഃപൂർവ്വമായിട്ട് മാറുന്നതായിരിക്കാം നല്ലതാണ്. ഓക്കെ, ഞാൻ മുമ്പോട്ട് പോട്ടെ, അടുത്തലേക്ക് പോട്ടെ. നമ്മൾ ഐഡന്റിറ്റി ഡിസോർഡർ അത് രണ്ടും പറഞ്ഞു. അതിന്റെ സിംറ്റംസ് എല്ലാം ഞാൻ അതിനകത്ത് ആ കാറ്റഗറി വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ നോട്ടിനകത്ത് വായിച്ചാൽ മതി, സംഭവം പറഞ്ഞിട്ടുണ്ട്. ഐഡന്റിറ്റി ഡിസോർഡർ, അംനേസിയ. ഇനി അടുത്തതാണ് ഡീപേഴ്സണലൈസേഷൻ. ഡീപേഴ്സണലൈസേഷൻ ആൻഡ് ഡെറിലൈസേഷൻ. ഷെയറിങ്ങിനകത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? കാണാവല്ല? കാണാം. ഓക്കെ. അപ്പം ഈ ഡീപേഴ്സണലൈസേഷൻ ഡെറിലൈസേഷനകത്ത് സംഭവിക്കുന്നത് ദ പ്രസൻസ് ഓഫ് പെർസിസ്റ്റന്റ് ഓർ റെക്കറന്റ് എക്സ്പീരിയൻസ് ഓഫ് ഡീപേഴ്സണലൈസേഷൻ ഓർ ഡെറിലൈസേഷൻ ഓർ ബോത്ത്. ഈ ഒരു കാറ്റഗറിയിൽ ഒരാൾക്ക് രോഗം എന്ന് പറയണമെങ്കിൽ, ഡീപേഴ്സണലൈസേഷനും ഉണ്ട് ഡെറിലൈസേഷനും ഉണ്ടെന്ന് പറയണമെങ്കിൽ, ചില വ്യക്തികളിൽ അത് ചിലപ്പോൾ ഒരെണ്ണമായിരിക്കാം, ചിലപ്പോൾ 2 എണ്ണമായിരിക്കാം, അതല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് വന്നേക്കാം. ചില ആൾക്കാരിൽ ഡീപേഴ്സണലൈസേഷൻ മാത്രമായിരിക്കും, ചില ആൾക്കാരിൽ ഡെറിലൈസേഷൻ മാത്രമായിരിക്കാം, ചില ആൾക്കാരിൽ ഇത് രണ്ടും ഉണ്ടാകണം എന്നുള്ളതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. രണ്ടാമതായിട്ട് ആ ക്രൈറ്റീരിയയുടെ ഒരു ഭാഗമായിട്ട് എന്താണ് ഡീപേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത്? എക്സ്പീരിയൻസസ് ഓഫ് unreality, detachment or being an outside observer with respect to one's thought. അവരുടെ ചിന്തകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് വേറെ ആരുടെയും ഒക്കെ ചിന്തകൾ അവർ വാച്ച് ചെയ്യുന്ന രീതിയിലുള്ള തോന്നലുകളും ആ ഫീലിംഗ് എല്ലാം അവർ മനസ്സിലാക്കുന്നത് അങ്ങനെയായിരിക്കും. പെർസെപ്ഷൻ ഓൾട്ടറേഷൻ ഉണ്ടാകാം, ഡിസ്റ്റോർട്ടഡ് സെൻസ് ഓഫ് ടൈം, കാര്യങ്ങൾ സമയം അവർക്ക് ഓർമ്മയില്ലാതെ വരാം, ആബ്സെൻസ് ഓഫ് സെൽഫ്, അവരെ കുറിച്ച് എന്നുള്ള ഓർമ്മകൾ നഷ്ടപ്പെടാം, അവർ ഇമോഷൻസ്, ഫിസിക്കൽ നംനെസ്, ഈ അവസ്ഥകളിലൂടെയൊക്കെ ആയിരിക്കും ആ ഡീപേഴ്സണലൈസേഷനകത്ത് അവർക്ക് സംഭവിക്കുന്നത്. ഡെറിലൈസേഷൻ എന്ന് പറയുന്ന അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും അവരുടെ സറൗണ്ടിങ്ങുമായിട്ടായിരിക്കും അവർക്ക് പ്രയാസം ഉണ്ടാകുന്ന. ലൈഫ് സ്റ്റൈലില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വിഷ്വൽ ഡിസ്റ്റോർട്ട് അവസ്ഥകളൊക്കെ ഉണ്ടാകും. രണ്ടാമത്തെ ക്രൈറ്റീരിയ പറയുന്നത് ഡ്യൂറിങ് ദ ഡീപേഴ്സണലൈസേഷൻ ഓർ ഡെറിലൈസേഷൻ എക്സ്പീരിയൻസ് റിയാലിറ്റി ടെസ്റ്റിംഗ് റിമെയിൻസ് ഇൻടാക്ട്. അപ്പം അവർക്ക് എന്താണ്, നമ്മൾ റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതൊരു ഇൻടാക്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും
മനസ്സിലാകും. ദ സിംറ്റം കോസിൽ ക്ലിനിക്കൽ ഡിസ്റ്റർബൻസ്, ഇമ്പയർമെന്റ് ഇൻ സോഷ്യൽ ആക്ടിവിറ്റീസ്, ഒക്കുപേഷൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഒക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഇതൊരിക്കലും ഫിസിയോളജിക്കൽ ഇഫക്ട്സ് ഓഫ് സബ്സ്റ്റൻസ് ആകാൻ പാടില്ല. ഡ്രഗ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഇങ്ങനെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒന്നും അവസ്ഥയിലാകാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് DSM അതിന് അതിൻ്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയകൾ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി മറ്റുള്ള രീതിയിലുള്ള അതർ സ്പെസിഫൈഡ് ഡിസോസിയേറ്റീവ് ഡിസോർഡറുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ അർത്ഥം നേരത്തെ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഒന്നും പെടാതെ തന്നെ ചില ആൾക്കാരിൽ ഇതേ അവസ്ഥയിൽ ഉണ്ടാകും. ഇതിന്റെ ചെറിയ ചെറിയ രീതിയിലുള്ള പ്രസൻസുകൾ അല്ലെങ്കിൽ അത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിനെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതർ സ്പെസിഫൈഡ് ഡിസോർഡർ എന്നുള്ള ഗണത്തിലായിരിക്കും. അപ്പം ഇത് ഇത്രയുമാണ്. ആരോ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, കയറാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പം ഇത് ഇത്രയുമാണ് ഈ ഒരു രോഗത്തിന്റെ പ്രത്യേകതയായിട്ട് പറയപ്പെടുന്നത്. ഇനി അടുത്ത ഒരു രോഗമാണ് നമുക്ക് ഇൽനെസ് ആൻസൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ സൊമാറ്റിക് സിംറ്റം ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് എന്നാണ് പറയപ്പെടുന്നത്. സൊമാറ്റിക് ഡിസോർഡർ ഇത് ശരീരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരവസ്ഥയാണ്. ഇപ്പം അവർക്ക് എന്താണ്, ഇന്ന് ചിലപ്പം വയറുവേദന, നാളെ നടുവേദന, മറ്റന്നാൾ പുറം വേദന, അവര് ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് യാതൊരു അസുഖവും കാണത്തില്ല. പക്ഷെ ആൾക്ക് അവർക്ക് അസുഖം അനുഭവപ്പെടുന്നതായിട്ട് തോന്നുന്നതിനെയാണ് നമ്മൾ സൊമാറ്റിക് സിംറ്റം ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാറ്റഗറി അവർ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ന്യൂ കാറ്റഗറി ഇൻ DSM-5. ഇത് DSM-5 ഒരു പുതിയ കാറ്റഗറി ആയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇൽനെസ് ആൻസൈറ്റി ഡിസോർഡർ, ആൻസൈറ്റി രോഗങ്ങളിലായിരുന്നു അതിനെ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. ഇപ്പോഴ് ഇതൊരു പ്രത്യേക ചാപ്റ്റർ ആയിട്ട് DSM-5 എടുത്ത് മാറ്റിയിട്ട് അതിനെക്കുറിച്ച് പറയുകയാണ്. ആദ്യം ഒരാളുടെ മൈക്ക് ഒരിച്ചിരി പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിലുള്ള രോഗാവസ്ഥയാണ് ഇത്. All of the disorder in this chapter share common feature, the prominence of somatic symptom associated with the significant distress and impairment. അവർക്ക് അതുകൊണ്ട് ഇതുണ്ടാകുന്ന സമയത്ത് എന്താണ്, ഭയങ്കരമായിട്ടുള്ള ഇമ്പയർമെന്റ്, അവരുടെ ഫങ്ഷൻസ് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അവർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രയാസം അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പ്രയാസം ഉണ്ടാകുന്നു. സാധാരണ ഇത് അൻസൈറ്റി ഉണ്ടാകുമ്പോഴാണ് ഈ സൊമാറ്റിക് സിംറ്റം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രോഗാവസ്ഥകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്നായിരുന്നു DSM-4 പറഞ്ഞിരുന്നത്. എന്നാൽ 5 പറയുന്നത് അൻസൈറ്റി മാത്രമല്ല, അല്ലാതെയും ചില ആൾക്കാർക്ക്, എന്നാൽ അത്യാവശ്യം അതിനകത്ത് അൻസൈറ്റി അവസ്ഥയുണ്ട്. അൻസൈറ്റിക്ക് ആകുമ്പോഴത്തേക്ക് അവർക്ക് എന്താണ്, ശരീരത്തിൽ അസ്വസ്ഥങ്ങൾ ഉണ്ടായി തുടങ്ങുന്ന ഒരവസ്ഥ. ഇതിനകത്ത് പ്രധാനമായിട്ടും ഒരു 7 കാറ്റഗറിയിലുള്ള രോഗാവസ്ഥകളെ കുറിച്ചാണ് അവർ സംസാരിക്കുക. ഒന്ന് സൊമാറ്റിക് സിംറ്റം ഡിസോർഡർ എന്ന് പറയുന്ന ഒരു രോഗം. രണ്ടാമത് ഒരു രോഗം ഇൽനെസ് ആൻസൈറ്റി ഡിസോർഡർ, രോഗമായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്ന് ഓർത്തുകൊണ്ട് അവർക്ക് പ്രയാസം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ കൺവേർഷൻ ഡിസോർഡർ എന്ന് പറയുന്ന മറ്റൊരു രോഗം. ഫങ്ഷണൽ ന്യൂറോളജിക്കൽ സിംറ്റം ഡിസോർഡർ എന്നാണ് ഇപ്പോഴതിനെ വിളിക്കുന്നത്. ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അതർ മെഡിക്കൽ കണ്ടീഷൻ. ചില ആൾക്കാർ ഫെറ്റീഷ്യസ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതർ സ്പെസിഫൈഡ് ആൻഡ് അൺസ്പെസിഫൈഡ്. അത് നമ്മൾ ഒന്ന് ജസ്റ്റ് അത്രയൊന്ന് മനസ്സിലാക്കിയാണ്. ഇതിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് ഈ പറയപ്പെട്ട കാറ്റഗറിയിലുള്ള ഈ അവസ്ഥകൾക്കെല്ലാം എന്താണ്, നമ്മൾ 7 രോഗങ്ങളെ കുറിച്ച് ആ ചാപ്റ്റർ പറയുന്നുണ്ട്. ഈ 7 രോഗങ്ങളിലും ഒരേ ഫീച്ചറുകൾ തന്നെയായിരിക്കും കാണുന്നത്. All of the disorders in this chapter share common features. The prominence of somatic symptom associated with the significant distress and impairment. ഭയങ്കരമായിട്ടുള്ള ഡിസ്ട്രസ്സും ഇമ്പയർമെന്റും ആണ് ഇവർക്ക് ഉണ്ടാകുന്നത്. രണ്ടാമതായിട്ട് അവർ പറയുന്നത് the major diagnosis in this emphasize diagnosis made on the basis of positive symptom and signs distressing somatic symptom plus abnormal thought. ആ പോസിറ്റീവ് സിംറ്റം നമ്മൾ എന്താണ്, സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന രോഗത്തെ കുറിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് പോസിറ്റീവ് സിംറ്റം നെഗറ്റീവ് സിംറ്റം എന്താണെന്നുള്ളത് സ്കിസോഫ്രീനിയയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്നാൽ ഇവിടെ എന്തെങ്കിലും ഡിഫറൻ്റ് ആണ്. പോസിറ്റീവ് സിംറ്റം എന്ന് പറയുന്നത് ഇത്രയും കാലം അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു, ഈ രോഗാവസ്ഥ വന്നു തുടങ്ങിയപ്പോൾ മുതൽ അവർക്കുണ്ടാകുന്നതിനെയാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പം
ഇവർക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കരമായിട്ട് ഡിസ്ട്രസിങ് സൊമാറ്റിക് സിംറ്റം ഉണ്ടാകുന്നു. എനിക്ക് വയറുവേദന എടുക്കുന്നതായിട്ട് ഇങ്ങനെ അങ്ങ് തോന്നുന്നു എല്ലാവർക്കും അത് അങ്ങനെയാണ്. അപ്പം അതോടൊപ്പം തന്നെ ആ ചിന്തകൾ അവർക്കുണ്ടാകുന്നു, ആ ഫീലിംഗ് ഉണ്ടാകുന്നു, അതിനനുസരിച്ച് അവര് ബിഹേവിയർ ഉണ്ടാകുന്നു ഇൻ റെസ്പോൺസ് ടു ദീസ് സിംറ്റം. ആ സിംറ്റംസിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ബിഹേവിയറും ഫീലിംഗും തോട്ടും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പറയുന്നത്. അങ്ങനെ തോന്നുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോസിറ്റീവ് സിംറ്റം എന്ന് പറയുന്നത്, റാദർ ദാൻ ദി ആബ്സെൻസ് ഓഫ് മെഡിക്കൽ എക്സ്പ്ലനേഷൻ ഫോർ സൊമാറ്റിക് സിംറ്റം. അപ്പം ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ പോയി പരിശോധനകളോ ചെക്കപ്പോ എന്തെല്ലാം ചെയ്താലും ആ രോഗം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഡോക്ടേഴ്സ് പറയും യാതൊരു കുഴപ്പമില്ല, ആള് പെർഫെക്റ്റ്ലി ഓക്കെയാണ്. പക്ഷെ വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ ഈ ഒരു പ്രശ്നമാണ്. ഞാൻ പണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സാൻപീരുണ്ടായിരുന്ന സമയത്ത് ക്ലാപ്പന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു അപ്പച്ചൻ ഇങ്ങനെ ഓട്ടോ വിളിച്ചു വരുമായിരുന്നു. പുള്ളി വന്ന് സംസാരിച്ച് എന്നിട്ട് ഒരു 10-600 രൂപ കൊടുക്കണം ഓട്ടോയിൽ ഒരു സൈഡിലേക്ക് തന്നെ. ഇത്രയും ദൂരത്തിൽ പുള്ളി വന്ന് സംസാരിച്ചിട്ട് പോകും, വന്ന് നമ്മളുമായിട്ട് സംസാരിക്കാൻ കുഴപ്പമില്ല, ഓക്കെയാണ്, പെർഫെക്റ്റ്ലി ഓക്കെ എന്നും പറഞ്ഞ് വീട്ടിൽ പോകും, വീണ്ടും അവിടെ ചെന്നിട്ട് വിളിക്കും, വീണ്ടും അടുത്ത ഓട്ടോ വിളിച്ചിട്ട് തിരിച്ചു വരും. അപ്പം ഇങ്ങനെ അവർക്ക് തോന്നുന്ന അവസ്ഥയാണ്. അപ്പം ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സിംറ്റമായിട്ട് പറയപ്പെടുന്നത്. Distinctive character of many individuals with somatic symptom desire is not somatic symptom per se, but instead the way they present and interpret. അപ്പം ഇവർക്കുണ്ടാകുന്ന വേദനകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവസ്ഥകളെക്കാളും ഒക്കെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെങ്ങനെ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സാറേ അവിടെ എനിക്ക് ഒട്ടും ഇരിക്കാൻ പറ്റും, ആ വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥത, നടുവേദനയും പുറം വേദനയും ഇതുമായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടുണ്ട്. അപ്പം ഈ രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻ അവർക്ക് ഭയങ്കര കൂടുതലായിരിക്കും. The principle behind the changes in the somatic symptom and related diagnosis from the DSM-4 are crucial in understanding DSM-5 diagnosis. അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, DSM-4 അങ്ങനെ ഒരു സംഭവം ഇല്ല. 5 വന്നപ്പോഴത്തേക്കാണ് ഈ രീതിയിൽ അവർ ഇന്റഗ്രേറ്റ് ചെയ്തത്. അത് തന്നെ കാരണം ഇത് വലിയൊരു രോഗമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. The DSM-4 terms somatoform disorder were confusing and is replaced by somatic symptom and related disorder. നേരത്തെ ഒരു പ്രത്യേകമായിട്ട് സൊമാറ്റോഫോം ഡിസോർഡർ എന്നല്ലെങ്കിൽ സൊമറ്റൈസേഷൻ എന്നായിരുന്നു അവർ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു ടേം മാറ്റിയിട്ട് ഈ ഒരു രീതിയിലാണ് ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നത്. ഇൻ DSM-4 there was a great deal of overlap across the somatoform disorder and lack of clarity about the boundaries of diagnosis. എങ്ങനെയാണ് DSM-4 വലിയൊരു പ്രയാസമായിരുന്നു ഇത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്തെടുക്കാനായിട്ട്, അതിന്റെ ബൗണ്ടറി എത്രമാത്രം പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നത് കൊണ്ട്, അപ്പം അതുകൊണ്ടാണ് ആൻഡ് റിലേറ്റഡ് എന്നുള്ള വാക്കും കൂടി അവര് ആഡ് ചെയ്തത്. ആ റിലേറ്റഡ്നെസ്സും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇപ്പോഴ് സൊമറ്റൈസേഷൻ അല്ലെങ്കിൽ സൊമാറ്റോഫോം എന്നതിന് പകരമായിട്ട് സൊമാറ്റിക് സിംറ്റം എന്നുള്ള ടേമിലേക്കും ആൻഡ് റിലേറ്റഡ് എന്നുള്ള രീതിയിലേക്കും കൊണ്ടുവന്നിരിക്കുന്നത്. Although individuals with this disorder primarily present in the medical rather than mental health setting. അപ്പം സ്വാഭാവികമായിട്ട് ഇവരെന്താണ് മെന്റൽ ഹെൽത്ത് സാധാരണ ഇങ്ങനെ ഒരു രോഗാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ ചെല്ലുന്നത് നമ്മുടെ സാധാരണ ഡോക്ടേഴ്സിന്റെ MBBS ഡോക്ടേഴ്സിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ മെഡിക്കൽ സെറ്റിങ്ങിലായിരിക്കും അവർ പോകുന്നത്. അപ്പം പക്ഷേ യഥാർത്ഥത്തിൽ ഇത് സൈക്യാട്രി ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ സൈക്യാട്രി ഫീലിംഗുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രോഗമാണ്. നോൺ സൈക്യാട്രിക് ഫിസിഷ്യൻ ഫൗണ്ട് DSM-4 സൊമാറ്റോഫോം ഡയഗ്നോസിസ് ഡിഫിക്കൽട്ട്. അപ്പം അതുകൊണ്ട് സാധാരണ രീതിയിലുള്ള ഡോക്ടേഴ്സിന് അതിൻ്റെ ബൗണ്ടറീസ് കണ്ടെത്താനായിട്ടൊക്കെ ഒരു ഇച്ചിരി പ്രയാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് അവർ ഈ ഒരു വാക്ക് ഇങ്ങോട്ട് മാറ്റിയെടുത്തത്. ഇനി എന്താണ് ഒന്നാമത്തെ രോഗം? സൊമാറ്റിക് സിംറ്റം അല്ലെങ്കിൽ സൊമാറ്റിക് ഡിസോർഡർ എന്ന് പറയുന്ന രോഗം. One or more somatic symptoms that are distressing or result in significant disruption of daily life. ഇവർക്ക് എന്താണ്, നമ്മൾ താഴോട്ട് പറയുമ്പോഴത്തേക്ക് കുറേ കാര്യങ്ങൾ പറയും. ഇവർക്ക് സ്വാഭാവികമായിട്ടും എന്താണ്, നമ്മൾ ഇനി പറയാൻ പോകുന്ന അവസ്ഥയിൽ ഒന്നോ അതിൽ കൂടുതലോ ഈ പറയപ്പെടുന്ന രീതിയിലുള്ള സിംറ്റംസ് ഇവർ പറയും, കാണിക്കും, അവർക്കത് അനുഭവപ്പെടും. എക്സസീവ് തോട്ട് ഉണ്ടാകും, ഫീലിംഗ് ഉണ്ടാകും, ഓർ ബിഹേവിയർ റിലേറ്റഡ് ടു സൊമാറ്റിക് സിംറ്റം or associated health concern as manifest by least of the following. ഒന്നാമത്തത് disproportionate and persistent thought about seriousness of one's symptom. അപ്പം ഇവരുടെ പ്രത്യേകത എനിക്ക് എന്തോ വലിയ രോഗമാണ് എന്നുള്ള ചിന്തയുണ്ടായി. ഞങ്ങളുടെ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു അച്ഛനുണ്ട്. അപ്പം പുള്ളിയെ പെട്ടെന്നുണ്ടായത് ആൾക്ക്. അപ്പം ആളിങ്ങനെ ക്യാൻസർ ആണോ രോഗമാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട്
ഗൂഗിളൊക്കെ ചെയ്ത് ആൾക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര പ്രശ്നമായി. പിന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് അടുത്ത സ്ഥലത്തോട്ടിട്ട് ഇങ്ങനെയൊക്കെ ആയി. പിന്നെ മെഡിക്കേഷനിലൊക്കെ വിട്ടിട്ടൊക്കെയാണ് മാറിയത്. ചില ആൾക്കാർക്ക് ഈ ഒരു അവസ്ഥ ഇങ്ങനെ ഉണ്ടാകും. ഡിസ്പ്രൊപ്പോർഷൻ ആൻഡ് പെർസിസ്റ്റന്റ് തോട്ട് അബൌട്ട് സീരിയസ്നെസ് ഓഫ് വൺ സിംറ്റം. ആ സിംറ്റം വലിയ സംഭവമാണോ എന്നുള്ള കാര്യങ്ങൾ. എനിക്ക് ഭയങ്കരമായിട്ടുള്ള വയറുവേദന, എൻ്റെ വയറിനകത്ത് മൊത്തം എന്തോ ക്യാൻസർ വരികയാണ്. ഇങ്ങനെയുള്ള രീതിയിലുള്ള ചിന്തകളായിരിക്കും ഇവർക്കുണ്ടാകുക. പെർസിസ്റ്റന്റ്ലി ഹൈ ലെവൽ ഓഫ് അൻസൈറ്റി അബൌട്ട് ഹെൽത്ത് ആൻഡ് ഓർ സിംറ്റം. അവർക്ക് ഭയങ്കരമായിട്ട് സാധാരണ ഉണ്ടാകുന്നതിനേക്കാളും അമിതമായിട്ടുള്ള രീതിയിൽ അൻസൈറ്റി അബൌട്ട് ഹെൽത്ത് ഉണ്ടാകും. എക്സസീവ് ടൈം ആൻഡ് എനർജി ഡിവോട്ടഡ് ടു ദീസ് സിംറ്റംസ് ഓർ ഹെൽത്ത് കൺസേൺ. അപ്പം അവർ ചെയ്യേണ്ട ജോലികളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര കൺസേൺ ആയിരിക്കും. എനിക്ക് ഇന്ന രോഗമാണ്, വയറുവേദനയാണ്, ഇതിനു വേണ്ടി ഇവര് ദിവസങ്ങളോളം ഇങ്ങനെ സമയമെടുത്ത്, അല്ലെങ്കിൽ 24 മണിക്കൂറുള്ളതിനകത്ത് 6 മണിക്കൂറോ 7 മണിക്കൂറോ കിടന്നുറങ്ങും. ബാക്കി എല്ലാ സമയവും ഇങ്ങനെ ഇത് നോക്കിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ നോക്കി അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ആ രോഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊമാറ്റിക് സിംറ്റം ഡിസോർഡർ എന്ന് പറയുന്നത്. ഓൾദോ എനി വൺ സിംറ്റം സൊമാറ്റിക് സിംറ്റം മേ നോട്ട് ബി കണ്ടിന്യൂസ്ലി പ്രസന്റ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് വയറുവേദനയായിരിക്കും, നാളെ നടുവേദനയായിരിക്കും, മറ്റന്നാൾ തലവേദനയായിരിക്കും. ഇങ്ങനെ മാറി 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 ഇവർ പറയും. ഇത് ഏകദേശം ഒരു 6 മാസം മുന്നോട്ട് കൊണ്ടുപോയിരിക്കണം ഈ അവസ്ഥ. എങ്കിൽ മാത്രമേ ഈ സൊമാറ്റിക് സിംറ്റം ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ക്ലിയർ ആണോ? അത്രയും അടുത്ത രോഗം അൻസൈറ്റി അല്ലെങ്കിൽ ഇൽനസ് അൻസൈറ്റി ഡിസോർഡർ. ഇതിന്റെ പ്രത്യേകത എനിക്ക് രോഗം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്നുള്ള അമിതമായിട്ടുള്ള ചിന്തയാണ്. മറ്റേതിനകത്ത് സിംറ്റം ഉണ്ട് എന്നവർക്ക് തോന്നുന്നു. ആ സിംറ്റം മാറി മാറി വരുന്നു, അതിനനുസരിച്ച് അവരുടെ ബിഹേവിയർ മാറുന്നതാണ്. ഇവിടെ രോഗമൊന്നുമില്ല, പക്ഷെ രോഗമുണ്ടോ എന്ന് പ്രീ ഓക്കുപ്പേഷൻ വിത്ത് ഹാവിംഗ് ഓർ അക്വയറിംഗ് എ സീരിയസ് ഇൽനസ്. എനിക്ക് ഇനി ഭയങ്കരമായിട്ടുള്ള രോഗം വരാനായിട്ട് പോകും, എനിക്ക് ആ വലിയ രോഗം ഇങ്ങനെ സംഭവിക്കാനായിട്ട് പോവുകയാണ് എന്നുള്ള പ്രീ ഓക്കുപ്പേഷൻ ഇവരുണ്ട്. അതുകൊണ്ടാണ് ആ ടേം അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇൽനസ് അൻസൈറ്റി ഡിസോർഡർ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയാണ്. സൊമാറ്റിക് ആണെങ്കിൽ ആ രോഗമുണ്ട് എന്ന് തോന്നിയിട്ട്, അല്ലെങ്കിൽ ആ രോഗം അവർക്ക് പ്രസന്റ് ആയിട്ട് അവർ അനുഭവപ്പെടുന്നു, അതിനനുസരിച്ചായിരിക്കും അവർ കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ അവർക്കുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ആകുലതയായിരിക്കും. സൊമാറ്റിക് സിംറ്റംസ് ആർ നോട്ട് പ്രസന്റ് ഓർ ഇഫ് പ്രസന്റ് ആർ ഓൺലി മൈൽഡ് ഇൻ ഇന്റൻസിറ്റി. അപ്പം സൊമാറ്റിക് സിംറ്റംസ് ഒന്നും അവർ നരേറ്റ് ചെയ്യത്തില്ല. എനിക്ക് വലിയ അസുഖം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള രീതിയിലായിരിക്കും നരേഷൻ. ഇനി അഥവാ എന്തെങ്കിലും രോഗം ഉള്ളതായിട്ട് അവർ പറയുകയാണെങ്കിലും അത് വളരെ മൈൽഡ് രീതിയിലായിരിക്കണം. ഇഫ് അനദർ മെഡിക്കൽ കണ്ടീഷൻ ഈസ് പ്രസന്റ് or there is a high risk of developing a medical condition, strong family history is present, the preoccupation is clearly excessive or disproportionate. അപ്പം ഏതെങ്കിലും ഒരു ഫിസിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ അവർക്ക് തലവേദനയോ പനിയോ അല്ലെങ്കിൽ വയറുവേദനയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കണ്ടീഷൻസിനനുസരിച്ച് അവര് ഭയങ്കരമായിട്ട് ആ ഡിസ്പ്രൊപ്പോർഷൻ ആയിട്ടുള്ള രീതിയിലായിരിക്കും അവരുടെ സംഭാഷണങ്ങളും കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. There is a high level of anxiety about health. ഇവരുടെ പ്രത്യേകത ഭയങ്കരമായിട്ടുള്ള ഹെൽത്ത് കൺസേൺ ആയിരിക്കും. The individual is easily alarmed about personal health status. അവരുടെ ആ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ ഭയങ്കര അലാംഡ് ആയിരിക്കും. The individual perform excessive health related behavior. Example, repeatedly checks his or her body for a signs of illness. കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും പോയി എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുണ്ടോ, രോഗമുണ്ടോ എന്നും പറഞ്ഞ് ഇന്ന് പോയി ചെക്ക് ചെയ്യും, നാളെ പോയി ചെക്ക് ചെയ്യും, മറ്റന്നാൾ പോയി ചെക്ക് ചെയ്യും. എനിക്ക് അറിയാവുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇങ്ങനെ. ഓർ എക്സിബിറ്റ് മാൽ അഡാപ്റ്റീവ് അവോയ്ഡൻസ്, അവോയ്ഡ്സ് ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് ഹോസ്പിറ്റൽസ്. ചില ആൾക്കാർ വളരെ നെഗറ്റീവായിട്ടുള്ള ആ ഡോക്ടറിലേക്ക് പോയാൽ ശരിയാകത്തില്ല, ഈ ഡോക്ടർ ശരിയാകത്തില്ല, അപ്പോയിന്റ്മെന്റ് എടുക്കും, അതെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് മാറ്റും. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ പോകുന്നതിനെയാണ് നമ്മൾ ഇൽനസ് അൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇൽനസ് പ്രീ ഓക്കുപ്പേഷൻ ഹാസ് ബീൻ പ്രസന്റ് ഫോർ അറ്റ്ലീസ്റ്റ് 6 months. നിർബന്ധമായിട്ട് അവർ പറയുന്നത് 6 മാസക്കാലവും അതിനപ്പുറവും ഇതുണ്ടാകണം. ബട്ട് ദ സ്പെസിഫിക് ഇൽനസ് ദാറ്റ് ഈസ് ഫിയർഡ് മേ ചേഞ്ച് ഓവർ ദാറ്റ് പീരീഡ് ഓഫ് ടൈം. അവര് ആ ഫിയർ ചെയ്യുന്ന, അല്ലെങ്കിൽ അവര് ക്യാൻസർ ആണോ ആകുമോ എന്നുള്ള അവസ്ഥയെ കുറിച്ചായിരിക്കും ഇങ്ങനെ പേടിക്കുന്നത്.
അത് കുറേ നാൾ ഇങ്ങനെ നീണ്ടിരിക്കും. അത് കഴിയുമ്പോൾ പിന്നെ ആ ക്യാൻസർ വിട്ടിട്ട് വേറെ എന്തെങ്കിലും രോഗത്തിലേക്ക് പോകും. അപ്പം ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് പോകുന്നതിനെയാണ് ഇൽനെസ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഡയഗ്നോസ്റ്റിക് ഫീച്ചർ അത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു രോഗമാണ് കൺവേർഷൻ ഡിസോർഡർ. അതിന് ഫങ്ഷണൽ ന്യൂറോളജിക്കൽ സിംറ്റം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കൺവേർഷൻ ഡിസോർഡറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം, അതുകൊണ്ടാണ് ന്യൂറോളജിക്കൽ, ഫങ്ഷണൽ ന്യൂറോളജിക്കൽ എന്ന് പറയുന്നത്, ഒരു കാരണവും ഇല്ലാതെ തളർന്നു പോകും. ചിലപ്പം കൈ തളർന്നു പോകാം, ചിലപ്പം കാല് തളർന്നു പോകാം, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെ. പക്ഷെ അത് ഡോക്ടേഴ്സ് പരിശോധിക്കുമ്പോൾ തളരാനായിട്ട് ഒരു കാരണമില്ല. പക്ഷെ ആള് തളർച്ചയിലായിരിക്കും. ഇപ്പം 1 or more symptoms of altered voluntary motor or sensory function. Clinical findings provide evidence of incompatibility between the symptom and recognized neurological or medical condition. അപ്പം അവിടെ നമുക്ക് ന്യൂറോളജിക്കൽ ഫങ്ഷൻ അല്ലെങ്കിൽ എന്താണ് മെഡിക്കൽ ഫീൽഡിന് അതിൻ്റെ അവസ്ഥ ഒരിക്കലും കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല. The symptom or deficit is not better explained by another medical condition or mental disorder. മറ്റ് മാനസിക രോഗങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസോ ഉള്ളത് കൊണ്ടാകരുത് ഈ അവസ്ഥ വന്നത്. മറിച്ച് ഒരു കാരണവും ഇല്ല, ആ കാരണങ്ങൾ ഒന്നുമില്ലാതെ ഇരിക്കുന്നു, എന്നാൽ അവരുടെ ശരീരം തളർന്നതായിട്ട് അവരെ സംബന്ധിച്ച് തളർന്നു കിടക്കുന്നു. ഡോക്ടേഴ്സ് പറയും ഒരു അസുഖമില്ല. അപ്പം അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ന്യൂറോളജിക്കൽ ഫങ്ഷണൽ ന്യൂറോളജിക്കൽ ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പം അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് സോഷ്യൽ, ഒക്കുപേഷണൽ, അതർ ഇമ്പോർട്ടൻ്റ് ഏരിയയിലൊന്നും ഫങ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി മറ്റൊരു രോഗമാണ് ശ്രദ്ധിക്കേണ്ടതാണ് ഫെക്ടീഷ്യസ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരവസ്ഥ. ഫെക്ടീഷ്യസ് ഡിസോർഡർ ഇത് രണ്ട് രീതിയിലുള്ള ഉണ്ട്. ഫെക്ടീഷ്യസ് ഡിസോർഡർ ഇമ്പോസ്ഡ് ഓൺ സെൽഫും ഉണ്ട്, ഫെക്ടീഷ്യസ് ഡിസോർഡർ ഇമ്പോസ്ഡ് ഓൺ അനദറും ഉണ്ട്. അപ്പം ഫെക്ടീഷ്യസ് ഡിസോർഡർ ഇമ്പോസ്ഡ് ഓൺ സെൽഫ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഫോൾസിഫിക്കേഷൻ ഓഫ് ഫിസിക്കൽ ഓർ സൈക്കോളജിക്കൽ സൈൻസ് ഓഫ് സിംറ്റം. ഇവരെന്താണ് ഒരു സിംറ്റംസും കാര്യങ്ങളും ഒന്നുമില്ലാതെ ഉണ്ട് എന്ന് പറയും. ഓർ ഇൻഡക്ഷൻ ഓഫ് ഇഞ്ചറി ഓർ ഡിസീസ് അസോസിയേറ്റഡ് വിത്ത് ഐഡന്റിഫൈഡ് ഡിസെപ്ഷൻ. കളവായിട്ടായിരിക്കും അത് പറയുന്നത്. അപ്പം അങ്ങനെ ആ രീതിയിൽ താൻ തന്നെ, ഞാനെന്ന് പറയുന്ന വ്യക്തി എനിക്ക് ഇന്ന രോഗമുണ്ട് എന്ന് ഞാൻ എന്താണ് ഒരാളെനിക്ക് അവതരിപ്പിക്കുകയും പറയുകയും അത് ഫിസിക്കലോ സൈക്കോളജിക്കലോ സയൻസും സിംറ്റംസും എല്ലാം സഹിതം കാണിക്കുന്നു. അപ്പം ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ഫെക്ടീഷ്യസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇമ്പോസ്ഡ് ഓൺ സെൽഫ്. ദ ഇൻഡിവിജ്വൽ പ്രസന്റ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് ടു അതേഴ്സ് ആസ് ഇൽ. സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ എന്താണ്, സാറേ എനിക്ക് ഇന്ന് വയ്യതാ, എൻ്റെ കൈതാ ഇവിടെ ഇത്രയും ഇങ്ങനെ നീല കളർ ഇരിക്കുക, തളർന്നു പോയി, പ്രശ്നമാണ് എനിക്ക് കൈ അനക്കാനേ വയ്യ. ഫെക്ടീഷ്യസ് ഇങ്ങനെ ഇംപെയർഡ് ഓർ ഇൻജോർഡ് ആയിട്ട് കാണിക്കും. The deceptive behavior is evident even in the absence of obvious external reward. അവർ എക്സ്റ്റേണൽ ആയിട്ടൊരു റിവാർഡും യഥാർത്ഥത്തിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരെ സാർ അടിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല എന്ന് അറിയാവുന്നിട്ട് പോലും ഒരാള് തൻ്റെ ശരീരത്തിൽ ഏതെങ്കിലും രീതിയിൽ രോഗമുള്ളതായിട്ട് അവതരിപ്പിക്കുകയും പറയുകയും ആ രോഗത്തിന്റെ സിംറ്റം അതുപോലെ അത്യാവശ്യം കാണിക്കുകയും ചെയ്യുന്നതിനെയാണ് ഫെക്ടീഷ്യസ് ഡിസോർഡർ ഇമ്പോസ്ഡ് ഓൺ സെൽഫ് എന്ന് പറയുന്നത്. സംഭവം പിടികിട്ടിയോ? ഇനി ഇതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരവസ്ഥയാണ് ഫെക്ടീഷ്യസ് ഡിസോർഡർ ഇമ്പോസ്ഡ് ഓൺ അനദർ, അല്ലെങ്കിൽ പ്രോക്സി എന്നാണ് പറയുന്നത്. അപ്പം ഒരമ്മ, ഒരു കുഞ്ഞ്. അപ്പം അമ്മ എന്ത് ചെയ്യും? കുഞ്ഞിനെ സ്കൂളിൽ വിടുന്നില്ല. എന്നിട്ട് ടീച്ചറിലേക്ക് പറയാം, സാറേ അവൻ എല്ലാ ദിവസവും അസുഖമാണ്, അവൻ അസുഖമാണ്, അത് ഫോൾസിഫൈ ചെയ്ത് അവന് വേണ്ടി വേറെ ഒരാള് അവതരിപ്പിക്കുന്നതാണ്. ഫോൾസിഫിക്കേഷൻ ഓഫ് ഫിസിക്കൽ ഓർ സൈക്കോളജിക്കൽ സൈൻസ് ഓഫ് സിംറ്റം or induction of injury or disease in another associated with identified deception. The individual presents another individual to other as ill.
മറ്റൊരാളെ രോഗിയായിട്ട് വേറൊരാളിലേക്ക് ഇങ്ങനെ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഫെറ്റീഷ്യസ് ഡിസോർഡർ ഇമ്പോസ്ഡ് ഓൺ അനദർ എന്ന് പറയുന്നത്. The behavior is not better explained by another mental disorder. ഈ അമ്മ അവർക്ക് എന്തെങ്കിലും മാനസിക രോഗം ഉള്ളത് കൊണ്ടായിരിക്കരുത് ഈ കുഞ്ഞിന് മറ്റൊരാൾക്ക് പറയുമ്പോൾ രോഗമുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ആകാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ അവരെന്തെങ്കിലും മെഡിസിൻ ഉപയോഗിച്ചത് കൊണ്ടാകാൻ പാടില്ല. അവർക്ക് എന്തെങ്കിലും അതിനകത്ത് നിന്ന് റിവാർഡ് കിട്ടുന്നത് കൊണ്ടാകാനായിട്ട് പാടില്ല. എന്നാൽ അവർ വെറുതെ ഇങ്ങനെ മറ്റുള്ളവരെ, ആ കുട്ടിയെ എന്താണ് രോഗിയായിട്ട് വേറൊരാളിലേക്ക് അവതരിപ്പിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ ഫെറ്റീഷ്യസ് ഡിസോർഡർ അല്ലെങ്കിൽ ഫെറ്റീഷ്യസ് ഡിസോർഡർ ഇമ്പോസ്ഡ് ഓൺ അനദർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പം ഇത്രയുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ രോഗാവസ്ഥകൾ. അപ്പം നാളത്തെ സെക്ഷൻ ഉണ്ടാകത്തില്ല. പിന്നെ നമുക്കുള്ളത് ഇനി ശനിയാഴ്ചയാണ് കേട്ടോ. എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ? ഇന്ന് കൊല്ലത്തും തിരുവനന്തപുരം വലിയ മഴയില്ലായിരുന്നു. മലപ്പുറമൊക്കെ നല്ല മഴയാണ്. ഇപ്പോഴാണ് ഒന്ന് തോർന്നത്. ഇവിടെ മഴ ഇന്ന് കുഴപ്പമില്ലായിരുന്നു. അപ്പൊ എല്ലാവരും ഗുഡ് നൈറ്റ്. താങ്ക് യു വെരി മച്ച്. ഞാൻ നോട്ട് ഷെയർ ചെയ്തേ. ഗുഡ് നൈറ്റ്. ലേഗു മാം പോയോ? മാം പോയെന്ന് തോന്നുന്നു. ഓക്കെ. Thank you, Father.